ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആരോഹി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് കുറേ മുന്നേ എടുത്തിച്ചൊരു വീഡിയോ ആണ് കേട്ടോ. 1.5 ആഴ്ച മുന്നേ അത് നമ്മൾ കുട്ടികളെ അംഗൻവാടി ചേർത്താൻ പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഞാനിതങ്ങനെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാതെ പിന്നെ നമുക്ക് ശ്രദ്ധിച്ചില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വേറെ വീഡിയോ ഒക്കെ എടുത്തു അതങ്ങനെ അപ്ലോഡ് ചെയ്യാൻ നോക്കിയപ്പോൾ ഇതങ്ങനെ കിടന്നു. അപ്പോൾ ഞങ്ങൾ കണ്ടു ഒരുങ്ങിയൊക്കെ പോവാം കേട്ടോ. അംഗൻവാടിക്ക് ചേരാൻ പോവുകയാണ്. ശ്രീകുട്ടീനെ LKG മുന്നേ പോയതുകൊണ്ട് ഇപ്പോൾ UKGക്കാണ് ശരിക്കും ആവേണ്ടത്. അപ്പോൾ പിന്നെ എന്തായാലും ഇപ്പോൾ സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് ഒരുമിച്ച് ആക്കാൻ വിചാരിച്ചു. അതൊക്കെ ബുദ്ധിമുട്ടാവില്ല എല്ലാ സ്ഥലത്തേക്കും എത്താൻ വേണ്ടിയിട്ട്. അത് സാരല്ലേ, ഇനി അടുത്ത വർഷം ഒന്നാം ക്ലാസ്സിലേക്ക് നേരിട്ടാക്കാം. അങ്ങനെയൊക്കെ പ്ലാന്. ശ്രീകുട്ടിക്ക് ആധാറൊക്കെ 6 മാസം ആവണേക്ക് മുന്നേ റെഡിയാക്കിയിട്ടുണ്ട്. സായിനും കാശിക്കും ഇനി ആധാറൊക്കെ എടുത്തിട്ട് വേണം. ഇനി സമയം കിട്ടുമ്പോൾ അക്ഷയയിൽ പോയിട്ട് അതൊക്കെ റെഡിയാക്കണം. അപ്പോൾ കണ്ട ഞങ്ങൾ അംഗൻവാടി എത്തിയത് കേട്ടോ. ഈ അംഗൻവാടി ഇത് പാലപ്പറ്റ അംഗൻവാടിയാണ് കേട്ടോ. അതായത് മലപ്പുറം ജില്ലയിലെ എടവണ്ണ പഞ്ചായത്തിലുള്ള പാലപ്പറ്റ എന്നൊരു ചെറിയൊരു ഗ്രാമം. അതിൽ അംഗൻവാടിയാണ് കേട്ടോ. പിന്നെന്താ വെച്ചാൽ അംഗൻവാടി നല്ല അടിപൊളി സ്മാർട്ട് അംഗൻവാടിയാണ്. നല്ല കുട്ടികളുടെ എൻജോയ്മെൻറ്റും എൻ്റർടൈൻമെൻറ്റും അതുപോലെ നല്ല ടീച്ചർ കേട്ടോ. എല്ലാം പഠിപ്പിക്കുന്ന ടീച്ചറും എന്താ പറയുക അമ്മമ്മ ടീച്ചറും അതായത് അമ്മമ്മ ടീച്ചറും നല്ല അംഗൻവാടിയാണ്. കുട്ടികൾക്ക് നല്ല സൗഹൃദപരമായിട്ട് പഠിക്കാൻ പറ്റിയൊരു അന്തരീക്ഷം തന്നെയാണ് കേട്ടോ. പക്ഷേ ഇതിന് ചെറിയൊരു പ്രശ്നം പറഞ്ഞാൽ വഴിയാണ്. ഒരു കുന്നിൻ്റെ മുകളിലൊരു അംഗൻവാടി. അപ്പോൾ പകുതി വെച്ചാൽ 3/4 ഭാഗം വണ്ടി വരും കേട്ടോ. ശേഷം നമുക്ക് പിന്നെ കുത്തനെ ഒരു കയറ്റാണ്, വണ്ടിയൊന്നും കയറില്ല. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല. ഇനി മഴക്കാലമാകുമ്പോൾ വെള്ളം കുത്തനെ ഒലിച്ച് വരുന്ന സമയത്ത് ഭയങ്കര ഇഷ്യൂ ആവും. പോയാൽ മാത്രമേ അംഗൻവാടിക്ക് ഞാൻ ഇപ്പോൾ കാണുള്ളൂ കേട്ടോ. പിന്നെ കണ്ട ഒരു തൂക്കമൊക്കെ എടുത്തു. തൂക്ക മെഷീനൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ. പക്ഷേ അതിന് എന്താണെന്ന് പറഞ്ഞാൽ ചെറിയ കംപ്ലൈൻ്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ 2 തൊട്ടിലിട്ടോ. അപ്പോൾ ശ്രീകുട്ടിക്ക് ഇതൊക്കെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം ഇതൊക്കെ ഒരു കുട്ടിത്തല്ലേ. സ്കൂളിൽ ഇപ്പോൾ നമുക്കൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ കുട്ടികൾ എൻ്റെ അഭിപ്രായം വരെ കുട്ടികൾ അംഗൻവാടിയിലൊക്കെ പഠിക്കണം കേട്ടോ. അംഗൻവാടി എന്ന് പറഞ്ഞാൽ ഓരോ രീതിക്കനുസരിച്ച് പഠിപ്പിക്കുന്ന സ്ഥലമല്ലേ. മറ്റേ ഇപ്പോൾ പിന്നെ LKG UKG പ്രീ പ്രൈമറി സ്കൂളുകളായതുകൊണ്ട് കുട്ടികൾ കുറച്ചും കൂടി മുതിർന്ന തരത്തിലാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ശ്രീകുട്ടിക്ക് അംഗൻവാടി കണ്ടപ്പോഴേ ഇനിയിപ്പോൾ അവിടെ പഠിക്കാൻ പോകുന്ന ഏറ്റവും മുതിർന്ന ആൾ ഓൾ തന്നെയാവും കേട്ടോ. ബാക്കിയുള്ളവർ 3, 3.5, 4 വയസ്സുള്ള കുട്ടികളൊക്കെ കഴിക്കാരം പോകും. ശ്രീകുട്ടിക്ക് മാത്രമേ കാരണം ഞാൻ 5 വയസ്സാവുണ്ടാവുക. അപ്പോൾ ഞാൻ അംഗൻവാടിയിലൊക്കെ ചേർത്തി പോരുകയാണ് കേട്ടോ. സായിനോട് ഇന്ന് തന്നെ ഇരിക്കുകയെന്ന് വല്ലാത്ത ആശ. അതൊന്നും പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. അത്ര വലിയ ബുദ്ധിയുള്ളതൊന്നും. പിന്നെ ഞങ്ങൾ ഇന്ന് കൊണ്ടാക്കുന്ന സമയത്ത് അയ്യോ അമ്മേ എന്നെയും കൊണ്ടുപോവാണ് കരേജിയിൽ. എന്തായാലും അംഗൻവാടി ചേർക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സായിട്ടിനൊക്കെ എത്ര പെട്ടെന്ന് ചേർക്കാൻ പറ്റും വിചാരിച്ചിട്ടല്ലല്ലോ കേട്ടോ. നമുക്ക് അങ്ങനെയാണല്ലേ, നമ്മളെ മക്കളെന്നും നമുക്ക് ചെറുതന്നെ അല്ലേ. അപ്പോൾ സായിട്ടിനൊക്കെ ഇനിയിപ്പോൾ ഇത്രയും കാലം എൻ്റെ ഒപ്പം ഇങ്ങനെ ഇരുന്നിട്ട് ഇനിയിപ്പോൾ അകലൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവില്ല. എനിക്ക് ഭയങ്കര അതിശയമാണ്. ശ്രീകുട്ടി പിന്നെ ഇവരിങ്ങനെ താഴെ പെട്ടെന്ന് മക്കളായതുകൊണ്ട് ശ്രീകുട്ടിക്ക് എന്തൊരു മുതിർന്ന കുട്ടീൻ്റെ ഒരു പക്വത തന്നെയാണ് കേട്ടോ. ഓളെ ക്യാരക്ടറും അങ്ങനെ തന്നെയാണ്. വലിയ കൊഞ്ചലോ കാര്യങ്ങളൊന്നുമില്ല. കാര്യം പറഞ്ഞാൽ ഉടനെ മനസ്സിലാക്കുകയും ചെയ്യും. എവിടെ എന്ത് പറയണമെന്ന് നമുക്ക് അറിയാം. ജിത്തേനെ കണ്ടു നോക്കിയാലും മിണ്ടൂല. അങ്ങനെ 5 വയസ്സെനിക്ക് നല്ല മെച്യൂരിറ്റിയുള്ള പെൺകുട്ടി തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് മക്കളിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അത് വേണം ഇത് വാങ്ങണം. ജിത്തേനല്ല ആൾ കണ്ട മുട്ടായി ഒന്നും വല്ലാതെ വാങ്ങിക്കൊടുക്കില്ല. പിന്നെ കുട്ടിക്ക് തിന്നാനുള്ള കായപ്പൊടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ തൽക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് പാർലേജി ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് വാങ്ങി പോവാം. അത് കഴിഞ്ഞ് വീടിൻ്റെ അടുത്ത് എത്തിയിട്ട് കണ്ടോ ചിത്തേടെ വീട്ടിലേക്ക് തന്നില്ല. വീണ്ടും ഞങ്ങൾക്ക് ദുർഘടമായ വഴികളാണ്. ഞങ്ങൾ വീട്ടിലേക്കുള്ളത് കയറ്റാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊന്നും ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ പറയുക. താങ്ക് യു.